സ്വർണ്ണവിലയിൽ കുതിച്ചുകയറ്റം, വഴിയൊരുക്കി ട്രംപിന്റെ നിലപാട് മാറ്റം, ഉണർവ് കൈവിട്ട് രാജ്യാന്തര വിപണി, വില ഇനി ഇടിയാം. സ്വർണ്ണവില കേരളത്തിൽ തിരിച്ചുകയറുന്നു. ഗ്രാമിന് ഇന്ന് രാവിലെ 75 രൂപ ഉയർന്ന് 14,395 രൂപയായി. 600 രൂപ വർദ്ധിച്ച് 1,15,160 രൂപയാണ് പവൻവില. ഇത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ AKGSMA നിശ്ചയിച്ച വിലയാണ്. 14,375 രൂപയാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ KGSMA, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുടങ്ങിയവർ ഗ്രാമിന് നിശ്ചയിച്ച വില. പവൻവില 1,15,000 രൂപ. സ്വർണത്തിന് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി ജ്വല്ലറി അസോസിയേഷനുകൾ വെവ്വേറെ വിലയാണ് നിശ്ചയിക്കുന്നത്. ഇത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ ആശയക്കുഴപ്പമാകുന്നുമുണ്ട്. AKGSMAയുടെ നിർണയപ്രകാരം 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് ഇന്ന് 11,890 രൂപയായി. വെള്ളിക്ക് ഗ്രാമിന് 5 രൂപ താഴ്ന്ന് 285 രൂപ. KGSMA 18 കാരറ്റ് സ്വർണ്ണത്തിന് നൽകിയ വില ഗ്രാമിന് 60 രൂപ കൂട്ടി 11,810 രൂപയാണ്. വെള്ളിക്ക് 285 രൂപ. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവ അഭ്യർത്ഥിച്ചതിനാൽ ഇറാനെ ആക്രമിക്കുന്നത് നീട്ടിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ന് മുതൽ ഇറാനിൽ വീണ്ടും ബോംബിടാനായിരുന്നത്രേ പ്ലാൻ. ഇതാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അവസാന നിമിഷം മാറ്റിവെച്ചത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് ഓയിലും US ഡോളറും താഴ്ന്നു. ഇത് കരുത്താക്കി രാവിലെ രാജ്യാന്തര സ്വർണ്ണവില ഉയർന്നിരുന്നു. ഔൺസിന് $4,530 നിലവാരത്തിൽ നിന്ന് 4,550ലേക്കാണ് ഉയർന്നത്. എന്നാൽ ഇപ്പോൾ രാജ്യാന്തര വില വീണ്ടും ചുവന്നു. $4,546 വില താഴ്ന്നു. നഷ്ടയാത്ര തുടർന്നാൽ കേരളത്തിലും വില കുറയാൻ അത് സഹായിക്കും. എന്നാൽ ഇന്ത്യൻ രൂപ ഇന്നും ഡോളറിനെതിരെ മോശം പ്രകടനം നടത്തുന്നത് വിലയിറക്കിന്റെ ആക്കം കുറയ്ക്കും. രൂപയുടെ മൂല്യം ഇന്ന് രാവിലെ 18 പൈസ താഴ്ന്ന് സർവ്വകാല താഴ്ചയായ 96.38-ലെത്തി. ഡോളർ ശക്തമാകുന്നത് സ്വർണം ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് ഉയർത്തും. ഇതും വിലനിർണ്ണയത്തെ സ്വാധീനിക്കും. ഫലത്തിൽ രാജ്യാന്തര വില താഴ്ന്നാലും ആനുപാതികമായി ഇന്ത്യയിലും വില കുറയുന്നതിന് രൂപയൊരു തടസ്സമായി മാറും.